ഹായ് നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തെല്ലാം പോയിന്റ്സ് കൺസിഡർ ചെയ്യണം? ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അവസാനം നമ്മൾ ഒരു ബോണസ് ടിപ്സ് കൂടി നൽകുന്നുണ്ട്. സാധാരണ നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നമ്പർ 1 ആയിട്ട് വരുന്നത് കവറേജ് ആണ്. നമുക്കറിയാം ഇന്ന് ഹോസ്പിറ്റൽ എക്സ്പെൻസ് വർഷം വർഷം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അൺലിമിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു എമൗണ്ടിലേക്കാണ് എക്സ്പെൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കവറേജിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 5 to 10 lakhs കവറേജും അതുപോലെ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ഫ്ലോട്ടർ പോളിസി എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 15 to 25 lakhs. ഇതേ കസ്റ്റമർ തന്നെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 25 to 50 lakhs കവറേജ് അത്യാവശ്യമാണ്. രണ്ടാമത്തത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലാണ്. പല കമ്പനികൾക്കും ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് കൂടുതലുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിന്റെ ലിസ്റ്റ് എടുക്കുക. നമ്മളുടെ സറൗണ്ടിങ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. കാര്യം നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാത്ത ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് റീഇംബേഴ്സിന് പോകും, അത് കുറെ പേപ്പർ വർക്ക് ചെയ്യും, അത് നമുക്ക് ക്ലെയിം ബുദ്ധിമുട്ടേറിയതാവും. അപ്പോ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. മൂന്നാമത്തത് റൂം റെന്റ് ആൻഡ് സപ്ലിമെന്റ് ആണ്. പല കമ്പനികൾക്കും ഇന്ന് റൂം റെന്റ് സപ്ലിമെന്റ് അല്ലെങ്കിൽ പെർസെന്റേജ് ബേസിൽ സം അഷ്യൂർഡിന്റെ 1% എന്നുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പോളിസികൾ അവോയ്ഡ് ചെയ്യുക. നമുക്ക് റൂം റെന്റിന് ക്യാപ്പിംഗ് ഇല്ലാത്ത പ്ലാനുകൾ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സപ്ലിമെന്റുകൾ നമുക്ക് ക്ലെയിമിൽ വരാത്ത പോളിസികൾ എടുക്കാൻ ശ്രമിക്കുക. നാലാമത്തത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ആണ്. ഇന്ന് ജനറ്റിക് ആയിട്ടുള്ള BP, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ അങ്ങനെയുള്ള ഇതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള പ്ലാനുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അതുപോലെ പ്രീ എക്സിസ്റ്റിംഗില് വെയിറ്റിംഗ് പീരീഡ് കുറഞ്ഞുള്ള പോളിസികൾ എടുക്കാൻ ശ്രമിക്കുക. ഇത് ക്ലെയിം നിരസിക്കല് മാറ്റുവാൻ നമുക്ക് സഹായിക്കുകയും ചെയ്യും. അഞ്ചാമത്തത് എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. ഇന്ന് പല കമ്പനികളും എക്സ്ട്രാ ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എക്സ്ട്രാ ബെനിഫിറ്റിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. കാരണം കമ്പനികൾ ആ പോളിസിയുടെ ബെനിഫിറ്റിന് നമ്മുടെ പ്രീമിയത്തിന് ഇൻക്ലൂഡ് ആയത് എക്സ്ട്രാ ആയിട്ട് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കുക. അത് ടെലി കൺസൾട്ടേഷൻ മുതൽ പല മടങ്ങുന്നുണ്ട്. ചില കമ്പനികൾ EMI ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്, നമുക്ക് EMI ആയിട്ട് എടുക്കാൻ സാധിക്കുന്നു. പിന്നെ ലിമിറ്റ്ലെസ് ആയിട്ട് ബോണസ് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബോണസ് കൊടുക്കുന്ന പ്ലാനുകൾ ഇന്ന് മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ ഹെൽത്ത് ബൂസ്റ്റർ നമ്മൾ സമുഷോട് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു പീരീഡ് കഴിഞ്ഞ് നമുക്ക് ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ അത് ഡബിൾ ആക്കി കൊടുക്കുന്ന നമ്മൾ 10 lakhs കവറേജ് എടുത്തു, അത് 20 lakhs ആയിട്ട് ഒരു 7 years സ്റ്റാർട്ട് ചെയ്യും. അത് 10 lakhs പ്രീമിയം കൊടുത്താൽ മതി. അപ്പൊ ഡബിൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നു. പിന്നെ ഹെൽത്ത് ബൂസ്റ്റർ ചില കമ്പനികളിൽ നമുക്ക് ഇപ്പൊ ഒരു 3 year ആയിട്ട് പോളിസി എടുക്കുവാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മളിപ്പോ 10 lakhs പോളിസി 3 year എടുക്കുവാണെങ്കിൽ 30 lakhs 3 മടങ്ങ് കവറേജ് സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് തരുന്ന കമ്പനികളുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ആയിട്ട് അതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. പിന്നെ മോഡേൺ ട്രീറ്റ്മെന്റ്, ആയുർവേദം, ഇതൊക്കെ എക്സ്ട്രാ ബെനിഫിറ്റ് ഇതായിട്ട് വരുന്ന ഒരു പ്ലാനുകളാണ്. പല പോളിസികളിൽ ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കേൾക്കാറുണ്ട്. കാരണം മോഡേൺ ട്രീറ്റ്മെന്റ് ഇല്ലായിട്ട് ഇപ്പൊ മിക്ക ഹോസ്പിറ്റലും മോഡേൺ ട്രീറ്റ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ അത് പഴയ പോളിസികളിലൊക്കെ അത് ഉണ്ടാവില്ല. അപ്പൊ അത് മൈഗ്രേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അതുള്ള പോളിസിയിലേക്ക് മാറ്റുവാനോ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഇന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ബോണസ് പോയിന്റ് ആയിട്ട് നമുക്കിപ്പോ ഒരു പ്രീമിയം എടുക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബേസ് പ്ലാൻ എടുത്തിട്ട് അതിനോടൊപ്പം സൂപ്പർ ടോപ്പ് അപ്പ് പ്ലാനുകൾ എടുക്കാൻ ശ്രമിക്കുക. ഇതുമൂലം നമുക്ക് പ്രീമിയം കുറക്കുവാനും കവറേജിന്റെ വലിപ്പം കൂട്ടുവാനും നമുക്കിത് ഉപകാരപ്പെടുന്നതാണ്. പിന്നെ നല്ല സമയത്ത് പോളിസികൾ നേരത്തെ എടുത്തു വെക്കാൻ ശ്രമിക്കുക. ഇത് വെയിറ്റിംഗ് പീരീഡ് കുറക്കുന്നതിനും കവറേജ് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് കിട്ടുന്നതിനും നമുക്ക് ക്ലെയിം കറക്റ്റ് ആയിട്ട് കിട്ടുന്നതിനും സഹായിക്കുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.